ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ T20 മത്സരത്തിൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ ആ ഒരു രീതിയിൽ ഒരു റൺ ഒഴുകുന്ന ഒരു മൈതാനമാണ് എന്ന് നമ്മൾ പറഞ്ഞത്. മുമ്പ് സ്പിന്നിനൊക്കെ തുണക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും സമീപകാലത്ത് പിച്ചിന്റെ ഒരു സ്വഭാവം മാറി വരികയും ഒരു കൃത്യമായിട്ടുള്ള ഒരു വെടിക്കെട്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിര കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അഭിഷേകിന്റെ ഇന്നിങ്സ്, റിങ്കു, അതുപോലെ സൂര്യകുമാർ യാദവ് ഒരു തിരിച്ചുവരവിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു. ഹാർദിക്കിന്റെ ഒരു ചെറിയ ഇന്നിങ്സ്, അങ്ങനെ ഓവറോൾ മൊത്തത്തിൽ ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ പെർഫോമൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വല്ലാത്തൊരു അതായത് അതിന്റെ ഒരു ഡെപ്തും ആ ഒരു പവർ പാക്ഡ് ബാറ്റിംഗ് നിര തന്നെ പറയേണ്ടി വരും. കാരണം ഒന്ന് പോയ ഒന്ന് വരുന്നു എന്ന് പറയുന്ന അവസാനം ഈ റിങ്കു എന്ന് പറയുന്നത് നമുക്കറിയാം അധികാലം കളിക്കാൻ അധിക അവസരങ്ങൾ കിട്ടാത്ത താരാണ്. പലപ്പോഴും സ്ക്വാഡിൽ ഉണ്ടാകുന്ന സമയത്ത് റിങ്കുവിനെ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് കണ്ടിരുന്നു. റിങ്കുവിന് നമുക്കൊരു ഫാൻസ് അസോസിയേഷനും ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും റിങ്കു സ്ക്വാഡിലുണ്ട്, പക്ഷെ പ്ലേയിങ് ലെവലിൽ വരാറില്ല. പക്ഷെ ആരും ചോദിക്കാറില്ല റിങ്ക് എന്താണ് റിങ്കുവിനെ എടുക്കാത്തത്, റിങ്കുവിനെ കളിപ്പിക്കാത്തത് എന്താണെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊന്നും വരാറില്ല. ഇന്നലത്തെ ഒരു പ്രകടനം അത് വല്ലാത്തൊരു പ്രകടനം തന്നെയായിരുന്നു. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമല്ല. ഇപ്പൊ പറയുമ്പോൾ പിന്നെ ബാറ്റിംഗ് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നമ്മൾ പറയുമ്പോൾ അത് യാതൊരു സംശയമില്ല. 200 മുകളിൽ സ്കോർ പോകുന്നൊരു മത്സരം ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു മിസ്സിംഗ് വന്നത് നമ്മൾ പ്രതീക്ഷിച്ച രണ്ട് താരങ്ങളുടെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഒരു താരത്തിന്റെ തിരിച്ചുവരവും ഒരു താരത്തിന്റെ പ്രകടനം തുടർന്നു. മലയാളി താരം സഞ്ജു സാംസൺ ഒരു മികച്ച ഇന്നിങ്സ് എടുക്കുന്ന വെച്ച് നടന്നില്ല. ഇഷാൻ കിഷന്റെ 2 വർഷത്തിന് ശേഷമുള്ള ഏകദേശം 3 വർഷത്തോളം പിന്നെ ഗ്യാപ്പ് കഴിഞ്ഞ തിരിച്ചുവരവ് ഇഷാന്റെ വെടിക്കെട്ടാണ് കരുതി, അതും കരുതി കണ്ടില്ല. നമ്മൾ ഇഷാനും സഞ്ജുവും ആ രണ്ട് കോംബോ ആയിരുന്നു നമ്മുടെ മനസ്സിൽ എന്താവും എന്നുള്ളത് ചിന്തയുടെ തന്നെ. ആ രണ്ട് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിനൊപ്പം നോക്കുമ്പോൾ അഭിഷേകിന്റെ വെടിക്കെട്ട്, ഇപ്പോൾ സൈഫ് പറഞ്ഞ തന്നെ അഭിഷേക് എന്താണോ അത് അഭിഷേക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകകപ്പിനേക്ക് നമുക്ക് കൂടുതൽ പിന്നെ ആത്മവിശ്വാസം നൽകുന്നതായിട്ട് അങ്ങ് പോകുന്നു. പിന്നീട് വരുന്ന സൂര്യകുമാർ യാദവിന്റെ ഒരു തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാം. തിരിച്ചുവരുന്നു ഞാൻ പറയുന്നില്ല, റണ്ണ് എന്നുള്ള എന്തായാലും മികച്ചൊരു പാർട്ണർഷിപ്പ് അഭിഷേകമായിട്ട് 99 റൺസിന്റെ പാർട്ണർഷിപ്പിന് വേണ്ട രീതിയിൽ തന്നെ കളിച്ചു. അങ്ങനെ എന്താണോ സപ്പോർട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം സ്കൈ എന്തായിരുന്നു അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് തിരിച്ചു വന്നു എന്ന് പറയുന്നത്. പക്ഷേ ആ വിൻറ്റേജ് പ്രകടനത്തിന്റെ ഒരു ഓളം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അത് ഒരു വലിയൊരു സൂചനയാണ്. ഇനി വീണ്ടും റൺ കണ്ടത് അദ്ദേഹം പറഞ്ഞാൽ ഔട്ട് ഓഫ് റൺസ് അല്ലാന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോകകപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ത്യക്ക് വലിയൊരു പിന്നെ ഈ പറഞ്ഞ റിങ്കു സിംഗിന്റെ പ്രകടനം, നമ്മൾ റിങ്കു നമ്മൾ IPL ഒക്കെ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാന നിമിഷം റിങ്കു ഫിനിഷറാണ്, യാതൊരു സംശയമില്ല. ഇന്ത്യൻ ടീമിന്റെ ഫിനിഷറായിട്ട് കളിക്കുന്നത് റിങ്കു സിംഗ് തന്നെയാണ് വേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല, പലപ്പോഴും ബെഞ്ചിലിരിക്കേണ്ടി വന്നു. പക്ഷെ കിട്ടിയ അവസരങ്ങളിലേക്ക് ഇങ്ങനെ തിളങ്ങാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഫിനിഷറായിട്ട് വേറെ താരത്തിന് നോക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു കാമിയോ റോള് വന്നു. ഹാർദിക്കിന് എന്താണ് ചെയ്യേണ്ടത്? ഒരു വെടിക്കെട്ടൻ 6 ഒക്കെ പറത്തി താരം മടങ്ങിപ്പോയി. ഇപ്പോൾ ബാക്കിയുള്ള താരങ്ങളൊക്കെ നമുക്ക് റണ്ണ് പറയുമ്പോഴും നമുക്ക് റണ്ണിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റി. ഈ 3 താരങ്ങളുടെ അല്ലെങ്കിൽ 4 താരങ്ങളുടെ പ്രകടനം തന്നെ നമുക്ക് മതി, എടുത്തു പറയേണ്ടത് തന്നെ മതി. മികച്ച രീതിയിൽ തന്നെ ഇന്ത്യക്ക് വലിയ ടോട്ടൽ ഉണ്ടാക്കാൻ പറ്റി, അതിൽ എറിഞ്ഞിടാൻ വേണ്ടി പറ്റി. ഒരു എന്താണോ പ്രതീക്ഷിച്ചത് 2026 ആദ്യത്തെ T20 മത്സരമാണ്. ലോകകപ്പ് നടക്കാൻ വേണ്ടി പോകുമ്പോൾ തൊട്ടു മുന്നേ നടക്കുന്ന ആദ്യത്തെ ലോകകപ്പ് T20 മത്സരത്തിൽ ജയത്തോടെ, അതും ഇന്ത്യയുടെ വെടിക്കെട്ട് പ്രകടനത്തോടെ ജയത്തോടെ തുടങ്ങാൻ വേണ്ടി പറ്റുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്. ഇനി നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് സഞ്ജുവും ഇഷാനും കൂടി സെറ്റായി കിട്ടിയാൽ യാതൊരു പ്രശ്നവുമില്ല. അവർ സഞ്ജു ഔട്ട് ഓഫ് റൺസ് അല്ല, ഔട്ട് ഓഫ് റൺസ് അല്ല. അപ്പോൾ ആ തിരിച്ചു വരെ വന്നാലും ഉണ്ടാവും. നമുക്ക് അടുത്ത മത്സരത്തിൽ ആത്മവിശ്വാസത്തോടെ പോകാൻ പറ്റുന്ന കാര്യം തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ മത്സരത്തെ ഈ സഞ്ജു ബാറ്റിങ്ങിന് നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ പന്ത് സഞ്ജുവാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ജേക്കബ് ഡഫി എന്ന് പറയുന്നത് നമുക്കറിയാം സമീപകാലത്ത് T20 ഏറ്റവും മികച്ച രീതിയിൽ പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കുന്ന ഒരു ലോകോത്തര ബൗളറായിട്ട് എന്താ പറയാ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു താരമാണ്. ആ താരത്തിന്റെ ആദ്യ പന്തൊക്കെ സഞ്ജു വളരെയധികം ബഹുമാനിച്ചിട്ടാണ് സഞ്ജു കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഭിഷേക് സ്ട്രൈക്കിലേക്ക് വന്നു. അഭിഷേക് സ്ട്രൈക്കിൽ വന്നപ്പോൾ ആദ്യ പന്ത് തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് 6 അടിക്കാൻ നോക്കുന്നു. അതാണ്. അപ്പൊ ഞാൻ ഈ മാച്ച് കണ്ടിട്ട് ഈ അഭിഷേക് എന്താ കാണിക്കുന്നത്, ആ പന്ത് കുറച്ച് വൈഡായിട്ട് പോവുക, അമ്പയർ വൈഡ് വിളിക്കുകയൊക്കെ ചെയ്ത് അത് കണക്ട് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷെ കടക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഓവറിൽ അവസാനത്തെ ബോൾ സ്ട്രൈക്കിലേക്ക് ഒരു ഷോട്ട് അഭിഷേക് എടുത്തിട്ടുണ്ട്. ആ ഷോട്ട് നമ്മളത് അതിന്റെ ഉയരം കണ്ടിട്ട് ആ ഹൈറ്റ്, പന്ത് പോകുന്ന ഹൈറ്റ് കണ്ടിട്ട് പഠിച്ചോണ്ട് ഇനി ഇങ്ങനെ ക്യാച്ച് ആവുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സാധനമാണ് 6 കിടക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പവർ പ്ലേയിൽ 6 അടിക്കുക 2 വിക്കറ്റ് പോയി. ഞാൻ സഞ്ജുവിന്റെ കാര്യം ഞാൻ പറയും, സഞ്ജു വളരെ അടിപൊളിയായിട്ട് കൂളായിട്ട് തുടങ്ങിയത്. സഞ്ജുവിനെ തന്നെ ഒരു അയ്യോ ഞാനത് ചെയ്തു പോയല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. അങ്ങനെ ആയിരുന്നു സഞ്ജുവിന്റെ ആ വിക്കറ്റ് പോകുന്ന സമയത്തുള്ള ഫീൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഔട്ടായത്, അത്രയും സിമ്പിളായിട്ട് ഔട്ടായത്. എനിക്ക് ഇഷാൻ കിഷന്റെ കാര്യം അതുപോലെ തന്നെ ഒന്ന് ഓൺ സൈഡും ഇത് ലെഗ്സ് ഇത്ര ഓഫും ഓണും ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടുപേരും ഒരു ഷോട്ടിൽ അങ്ങനെ ഒരു ക്യാച്ച് കൊടുത്തിട്ടാണ് പുറത്തായതെന്നുള്ള. അതും ആദ്യത്തെ ഇഷാനൊക്കെ ആദ്യ പന്തിൽ ബൗണ്ടറി ഒക്കെ അടിച്ച് നമ്മൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കണ്ട ഫോം ഇവിടെയും കാണാൻ പറ്റുന്ന
പ്രതീക്ഷിക്കുന്ന സമയമാണ്. അതെ അതെ, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇഷാനെ സംബന്ധിച്ചിട്ടാണെങ്കിലും നല്ല കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക്, സഞ്ജുവിനൊക്കെ ഇത്രയും സോഫ്റ്റ് ഡിസ്മിസൽ എന്ന് പറയില്ല, ഇത്രയും സിമ്പിളായിട്ട് ഒരു ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ ഭയങ്കര നിരാശ തന്നെയാണ് സഞ്ജുവിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് നാഗ്പൂരിൽ സഞ്ജു ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ച മൈതാനത്താണ് ഈ മത്സരം നടക്കുന്നത്. അതിന്റെ ഒരു ഇതും കൂടിയുണ്ട്. പക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു എന്താ പറയാ, ന്യൂസിലാൻഡിനെതിരെ കളിച്ച 3 മത്സരങ്ങളിലും വലിയ സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ വേറെ മറ്റു പല ചർച്ചകളൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഇഷാനും രണ്ടുപേരും ഫോമോ ഒരു ഈ ഒരു രീതിയിൽ പുറത്തായത് കൊണ്ട് തന്നെ അത്തരം ചർച്ചകളൊന്നും ഇല്ല, അത്തരം നെഗറ്റിവിറ്റി എന്തായാലും ഉണ്ടായില്ല. പക്ഷെ എന്തായാലും അടുത്ത മത്സരത്തിന് മുമ്പ് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. അതെ, സഞ്ജുവിനെ പറയുമ്പോൾ കൂടെ ചേർത്ത് പറയാണ് വിക്കറ്റിന് പിന്നിൽ കിടിലൻ ക്യാച്ച്, രണ്ടാം ഇന്നിംഗ്സ് പറന്നു പിടിച്ച ക്യാച്ച്. അതാ പിന്നെ ന്യൂസിലാൻഡ് ഇന്നിംഗ്സിന്റെ നട്ടിലൊടിക്കാൻ പോകുന്നൊരു ഇത് തന്നെയായിരുന്നു. അതായത് സൂചന, അർഷ്ദീപിന്റെ പന്ത്, സഞ്ജുവിന്റെ ക്യാച്ച് വല്ലാത്തൊരിതാണ്. അപ്പം ബാറ്റിങ്ങിൽ തിളങ്ങാൻ പറ്റില്ലെങ്കിലും ഫീൽഡിങ്ങിൽ കീപ്പിങ്ങിൽ സഞ്ജു ഒരു നല്ലൊരു ബ്രേക്ക് ത്രൂ ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ ഒരു കിടിലൻ ഒരു മൊമെന്റം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതുകൂടെ എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞാൽ തന്നെ നമുക്ക് വരുമ്പോഴേക്ക് പിന്നെ ബൗളർമാർ ഇതായാലും ബൂംറയിലാണ് പിന്നെ ഇത് ബൂംറയുടെ തിരിച്ചുവരവായിരുന്നു. പക്ഷേ തിരിച്ചുവരവ് ബൂംറയ്ക്ക് നമുക്ക് അത്രത്തോളം എത്തിയിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ബാക്കിയുള്ള താരങ്ങളെല്ലാം കൃത്യമായി പന്തെറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഇന്ത്യക്ക് കടന്നുവിടാൻ വേണ്ടി പറ്റി. ഇപ്പോൾ ഈ പറഞ്ഞ സൈഫ് പറഞ്ഞു നിർത്തിയതിനിടക്കൊന്ന് പറഞ്ഞു സഞ്ജുവിന് ന്യൂസിലാൻഡിനെതിരെ ഇതുവരെ വലിയ സ്കോറൊന്നും നേടാൻ വേണ്ടി പറ്റിയില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള മത്സരങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് അത് സഞ്ജുവിന് മറികടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂസിലാൻഡിൻ്റെ ഒരു വലിയ സ്കോർ ഇതുവരെ എത്താത്തൊരു ചരിത്രമായിട്ട് ലോകകപ്പിലേക്ക് വന്ന് താരത്തിന് ആത്മവിശ്വാസം പോകും. അതിനേക്കാൾ ഉപരി താരത്തിന് വിമർശനങ്ങൾ കൂടും. പിന്നെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തുന്നതിൽ സംശയം വരും. അത് ഇഷാൻ കളിച്ചോ കളിച്ചില്ലെങ്കിലും ഈ സഞ്ജുവിന് മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ വരും. ഇന്നലെ തന്നെ ഇർഫാൻ പത്താം ദിവസം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത താരമാണ്, എപ്പോഴും ഇങ്ങനെയാണ്, എന്തിനാണ് സഞ്ജുവിന് ഇപ്പം വീണ്ടും കൺസിസ്റ്റൻസി എടുത്തോന്നിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങളും എപ്പോഴും കേൾക്കുന്നതാണ്. അത് ഇങ്ങനത്തെ താരങ്ങൾ അത് മാത്രമല്ല, മൈക്കൽ ക്ലർക്കിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഈ ലോകകപ്പിന് ശേഷം ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് തിരിച്ചെത്തി കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകകപ്പിന് തൊട്ട് മുമ്പ് ഇന്ത്യനെ സംബന്ധിച്ച് ബാറ്റിംഗ് ഓപ്ഷനുകളിൽ ഒരു കുറവില്ല. ഇപ്പൊ ലോകകപ്പിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ടീം പ്രഖ്യാപിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഫോം ഔട്ട് ആയിട്ടുള്ള ഗില്ലിനെ മാറ്റി നിർത്തണം. കാരണം ഇന്ത്യക്ക് എളുപ്പമായിരുന്നു കാര്യം. ഇപ്പോൾ കാരണം ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല, വൈസ് ക്യാപ്റ്റനാണ്. നമുക്കറിയാം ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഇത്രയും മോശം ഫോമായിട്ടും സൂര്യകുമാർ യാദവിന് ഇന്ത്യ മാറ്റിയിരുന്നില്ല. അപ്പോൾ ആ വൈസ് ക്യാപ്റ്റൻ അല്ലാത്തൊരു താരത്തെ മാറ്റാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ലോകകപ്പിന്റെ മുമ്പ് ആ ഒരു സമയം ഇതൊക്കെ കണക്കാക്കിയിട്ട് മാറ്റി നിർത്തുകയും ലോകകപ്പിന് ശേഷം വളരെ ശക്തമായിട്ട് ഗില്ല് തിരിച്ചു വരുമെന്ന രീതിയിലാണ് ക്ലർക്ക് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഗില്ല് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ടീമിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി അത് സൃഷ്ടിക്കാൻ പോകുന്നത് സഞ്ജുവിനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആണ് ഈ പരമ്പരയിലെ 5 മത്സരങ്ങളും അതുപോലെ തന്നെയാണ് ലോകകപ്പും വളരെ നിർണായകമാണ്. ഈ 5 മത്സരങ്ങളിൽ തിളങ്ങാൻ പറ്റില്ലെങ്കിൽ ലോകകപ്പും താരത്തിനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പറഞ്ഞ വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരു സമ്മർദ്ദവും കൂടി വരും. അതുകൊണ്ട് അത് ഈ പരമ്പരയിൽ തന്നെ തിരിച്ചു വരേണ്ട ആവശ്യം അത്യാവശ്യമാണ്. നമ്മൾ ഈ ജയത്തിനിടയിൽ നമുക്ക് മലയാളി താരം എന്നതുകൊണ്ടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന താരം കൊണ്ട് നമ്മൾ വീണ്ടും പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് സംസാരിച്ച സമയത്തും എല്ലാവരും ചോദിച്ചാണ് ഇതിലും സഞ്ജു. പക്ഷേ സഞ്ജു തന്നെയാണ് നമുക്ക് ഒരു ടോക്കായിട്ട് വരുന്നത്. നമ്മുടെ മലയാളി താരത്തിൻ്റെ ഒരു ഇത് പ്രകടനമാണ്. അപ്പം താരം തിരിച്ചു വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇന്നലെ ഇപ്പോൾ ഇന്ത്യയുടെ വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പവർ പ്ലേയിലുള്ള ആ വെടിക്കെട്ട് തന്നെയാണ്. ആ ബാറ്റിംഗ് അഭിഷേകിന്റെ ആ ഒരു കിടിലൻ പ്രകടനം എന്ന് നമ്മൾ പറയേണ്ടി വരും. അതിനൊപ്പം 2 വിക്കറ്റ് നഷ്ടം ആയെങ്കിൽ പോലും 4 നമ്പറിൽ വന്ന സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ച ആ ഒരു പെർഫോമൻസ്, ആ ഒരു പാർട്ട്ണർഷിപ്പ് വളരെ നിർണായകമായിരുന്നു ഇന്ത്യയുടെ ഇന്നലത്തെ ഇന്നിങ്സിൽ. പിന്നെ നമുക്കറിയാം ഡെത്ത് ഓവറിൽ ഡാരൽ മിച്ചലിന് നമുക്കറിയാം അത് വല്ലാത്തൊരു ആനന്ദം തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ. പരമ്പര കൊണ്ടുപോയായിരുന്നു. അതെ, ഒരു അവസാനത്തെ ഓവർ മിച്ചലിൽ എറിയാൻ വരികയും ആ 21 റണ്ണാണ് ഇന്ത്യ നേടുന്നത്. ഒരു വൈഡ് വരുന്നുണ്ട്, 2 6 2 4 അടിക്കുന്നുണ്ട്, 2 ഡോട്ടും വരുന്നത്. റിങ്കുവിനെ സംബന്ധിച്ച് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സമയത്ത് കമന്ററിയിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു റിങ്കുവിനെ കൊണ്ട് ഇത് 230 കടത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു താരതമ്യേന ഒരു മികച്ച സ്കോറിലേക്ക് തന്നെ റിങ്കു ഇന്ത്യൻ ടീമിനെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഏളി മാച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ 2 വിക്കറ്റുകൾ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റി എന്നുള്ളതാണ്. 52-ന് 3 വിക്കറ്റ് വീഴ്ത്താൻ പറ്റിയില്ല. ഒരു റൺ എടുക്കുന്നതിനിടെ 2 വിക്കറ്റ്. കോൺവേ റേജിന് നമുക്കറിയാം അതെ അപകടകാരികളാണ്. പക്ഷെ സമീപകാലത്ത് ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ IPL-ലൊക്കെ വളരെയധികം നിരാശപ്പെടുത്തുകയും ചെന്നൈ ടീമിൽ നിന്നൊക്കെ പുറത്താവുകയൊക്കെ ചെയ്ത താരങ്ങളാണ്, 2 താരങ്ങളാണ്. അപ്പൊ അതും അവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ പരിചയസമ്പത്ത്, പ്രത്യേകിച്ച് T20 കളിച്ചിട്ട് പരിചയസമ്പത്തുള്ള 2 താരങ്ങളാണ്. പക്ഷെ ആ ഒരു സാഹചര്യം അതുപോലെ നിൽക്കുന്നത്, അതിൽ സഞ്ജുവിന്റെ ക്യാച്ച് നിർണായകമാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഓരോ കൃത്യമായിട്ടുള്ള
താരങ്ങളെ പന്തെറിയാൻ കൊണ്ടുവന്ന നീക്കങ്ങളും നമുക്കറിയാം. സൂര്യകുമാർ യാദവിനെ കുറിച്ച് എന്തൊക്കെ സംഭവിച്ചാലും ക്യാപ്റ്റൻസിനെ സംബന്ധിച്ച് ഒരു അതായത് ക്യാപ്റ്റൻസിയിൽ ഒരു വിമർശനം സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് ഉണ്ടാവാറില്ല. അത് വളരെ പോസിറ്റീവായിട്ട് അങ്ങനെ തന്നെ നിന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു മികച്ച വിജയത്തോട് കൂടിയിട്ട് T20 പരമ്പര തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ T20 ആണ് ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു സംശയമില്ല അതിനകത്ത്. അപ്പൊ ആ ബാറ്റിംഗ് ലൈനപ്പ് തന്നെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് എവിടെയാണ് അഭിഷേകിന്റെ മുന്നിലൊന്നും ചെന്ന് പെടരുതെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ കറക്റ്റ് പേര് ഓർക്കുന്നില്ല. അതായത് ന്യൂസിലാൻഡ് ബോളർമാർക്ക് നൽകുന്ന ഉപദേശം എന്താ വെച്ചാൽ അഭിഷേകിന്റെ മുന്നിലൊന്നും ആ രീതിയിൽ ചെന്ന് പെടണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം അങ്ങനെയാണ് താരം കളിക്കുന്നത്. പവർ പ്ലേയിൽ ഇത്രയും ഇന്ത്യൻ ടീം അപകടകാരികളാവുന്നത് ഈ അഭിഷേകിന്റെ ശൈലി തന്നെയാണ് തീർച്ചയായിട്ടും. അത് എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് മികച്ച തുടക്കം ലഭിച്ചിട്ടുണ്ട് പരമ്പരയിൽ. വരും മത്സരങ്ങളിലും നല്ല പെർഫോമൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ താരങ്ങളുടെ ഒക്കെ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സഞ്ജുവിന്റെ തിരിച്ചുവരവൊക്കെ കാണാൻ തീർച്ചയായിട്ടും. എന്തായാലും ഒരു നല്ല വിജയം നേടാൻ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. അടുത്ത മത്സരത്തിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.